അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഗ്ദാദിൽ പണ്ട് ജുനൈദുൽ ബഗ്ദാദ് റളിയല്ലാഹു അൻഹു എന്നൊരു പണ്ഡിതനുണ്ടായിരുന്നു. നാടിൻ്റെ നാനാ ഭാഗത്തിൽ നിന്നും കുട്ടികൾ വിദ്യാഭ്യസിക്കാൻ മഹാനവരുടെ ചാരത്തേക്ക് വരുമായിരുന്നു. അറിവിൻ്റെ വെള്ളി വെളിച്ചം തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ഉത്സാഹം കാണിച്ചിരുന്നു മഹാനവരുകൾ. തൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മുഹമ്മദ് എന്ന കുട്ടിയോട് ഗുരുവിന് വേറിട്ട ഇഷ്ടമുണ്ടായിരുന്നു. അവൻ്റെ വിനയവും കൃത്യനിഷ്ഠയും ഖുർആനിൽ അസാമാന്യ കഴിവുമായിരുന്നു കാരണം. ഈ ഇഷ്ടക്കൂടുതൽ മറ്റുള്ളവർക്ക് തെല്ലൊരു അസ്വസ്ഥതയും അസൂയക്കും കാരണമായി. മുഹമ്മദിനോട് മാത്രം ഗുരുവിന് ഇത്രയും ഇഷ്ടം കൂടാൻ കാരണമെന്താ? ഇക്കാര്യം ശിഷ്യന്മാർ ഗുരുവിനോട് ചോദിക്കുകയുണ്ടായി. മന്ദഹസിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നിങ്ങളൊരു കാര്യം ചെയ്യൂ. നാളെ എനിക്ക് പ്രാവിൻ്റെ മാംസം കൂട്ടി ആഹാരം കഴിക്കണമെന്നുണ്ട്. നിങ്ങളെല്ലാവരും ഓരോ പ്രാവിനെ പിടിച്ച് അറുത്ത് അതിനെ ആരും കാണാതെ അറുക്കണം. അറുത്തതിന് ശേഷം നിങ്ങൾ അതിനെ കറി വെച്ച് എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണമെന്ന് ഗുരു പറഞ്ഞു. ഗുരുവിനെ പ്രാവർത്തി കൊണ്ടുള്ള കറിയിൽ ആരുടെ കറിയാണ് ഏറ്റവും കൂടുതൽ രുചിയുള്ളതെന്ന് അറിയാൻ വേണ്ടിയുള്ള സൂത്രമായിരിക്കും ഇത് എന്ന് കരുതിയ ശിഷ്യന്മാർ സ്ഥലം വിട്ടു. ഇക്കാര്യം ഗുരു മുഹമ്മദിനോടും സൂചിപ്പിച്ചിരുന്നു. അടുത്ത ദിവസം ഗുരുവിൻ്റെ ആവശ്യപ്രകാരം ശിഷ്യന്മാർ തയ്യാറാക്കിയ പ്രാവർത്തിയുമായി സ്ഥലത്തെത്തി. ഗുരു അവരോട് ചോദിച്ചു: നിങ്ങൾ ഈ അറുത്ത പ്രാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു: ഇല്ല ഗുരുവേ, എല്ലാം പരമരഹസ്യവും ഭദ്രവുമായിരുന്നു. നല്ലത്. ഗുരു ചോദിച്ചു: മുഹമ്മദ്, നിന്റെ കറി കിട്ടിയില്ലല്ലോ. ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് തൻ്റെ പ്രാവിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മുഹമ്മദിനെ ഗുരു കണ്ടു. ശിഷ്യന്മാർ മുഹമ്മദിനെ കണ്ട് ഊരിച്ചിരിച്ചു. പ്രാവിനെ പോലും വകവരുത്താൻ അറിയാതെ എന്തൊരു മണ്ടനാണിവൻ. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു: ഗുരുവേ, താങ്കൾ പറഞ്ഞ പ്രകാരം ഞാൻ പ്രാവിനെയും പിടിച്ച് നല്ലൊരു സ്ഥലം തിരഞ്ഞ് നടന്നു. ആരും കാണാതെ പ്രാവിനെ വകവരുത്താൻ ഞാൻ ഒരുപാട് സ്ഥലം നോക്കി. പക്ഷേ എവിടെ ചെന്നാലും എല്ലാം കാണുന്ന സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് പ്രാവിനെ വകവരുത്താൻ കഴിഞ്ഞില്ല. മുഹമ്മദിൻ്റെ വാക്ക് കേട്ട ശിഷ്യന്മാർ മിഴിച്ചു നിന്നുപോയി. എല്ലാം കാണുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുകൊണ്ട് നാം പരമരഹസ്യമായി ഭദ്രമായി അറുത്തതെന്ന് ഗുരുവിനോട് പറഞ്ഞല്ലോ. ഗുരുവിന് മുഹമ്മദിനോട് തോന്നുന്ന പ്രത്യേക ഇഷ്ടവും താല്പര്യവും ശിഷ്യന്മാർക്ക് മനസ്സിലായി. അങ്ങനെ അവരും മുഹമ്മദിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഈ ദുനിയാവിൽ നമ്മൾ എവിടെയാണെങ്കിലും എല്ലാം കാണുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടെന്ന വിചാരം നമ്മളിൽ സദാ വേണം. ഇങ്ങനെയുള്ള ഒരുപാട് മഹാന്മാരുടെ മഹത്തുക്കളെ സ്റ്റോറീസ് കാണാൻ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.